Hello viewers, Namaste, welcome back to my video. In 6th January ആണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീട്ടിൽ കാണിക്കുന്ന മോർണിംഗ് പെർഫോമൻസ് ആണ്. നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി പെർഫോമൻസ് ആണ്. ഇത് നിങ്ങൾക്ക് ലൈവായിട്ട് നിങ്ങളുടെ സിസ്റ്റത്തിൽ കാണോ ഈ സ്ട്രാറ്റജി പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കോൺടാക്ട് ഡീറ്റെയിൽസ് ഉണ്ട്. കോളർ വാട്സപ്പ് സെയിം നമ്പർ തന്നെയാണ്. ഡയറക്റ്റ് ഓഫീസ് വരണമെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ഓഫീസ് വിസിറ്റ് ചെയ്യാവുന്നതാണ്. നിഫ്റ്റിയുടെ കാണിച്ചു തരാം. ഇപ്പോൾ ഇന്ന് മാർക്കറ്റ് റേറ്റാണ് ഈ റൺ ചെയ്യുന്നത് 23,715. ഇവിടെ നമുക്കൊരു വൈറ്റ് കളർ ലൈൻ കാണാൻ പറ്റുന്നുണ്ട്. അത് ഡേ സെപ്പറേഷൻ ലൈൻ. ഇന്നത്തെ മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് രാവിലെ ഒരു ബൈ ഉണ്ടായിരുന്ന ഒരു സെല്ലിൽ ഇപ്പം റൺ ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ സിഗ്നൽസ് ഓട്ടോമാറ്റിക്കായിട്ട് സോഫ്റ്റ്വെയർ ജനറേറ്റ് ചെയ്യുന്നതാണ്. സിഗ്നൽ വരുമ്പോൾ നമുക്ക് ഇതുപോലെ അലേർട്ട് മെസ്സേജ് വഴി ഇൻഡിക്കേഷൻ തരും. അലേർട്ട് വരെ സൗണ്ട് കേൾക്കാൻ പറ്റും. ഇതിനകത്ത് എഴുതി കാണിച്ചു തരും ഏത് റേറ്റിൽ നമ്മൾ ബൈ എടുക്കണം, സെല്ലാണെങ്കിൽ സെല്ല് എടുക്കണം. അതേ ഡീറ്റെയിൽസ് ഏറ്റവും മേലത്തെ ഡാഷ്ബോർഡിൽ ചെയ്തിട്ടുണ്ട്. നിഫ്റ്റി നോക്കുകയാണെങ്കിൽ സെല്ലിന് രാവിലെ വന്നിരിക്കുന്നത് ഇപ്പോൾ ലാസ്റ്റ് ഈ സെല്ലാണ് കാണിക്കുന്നത് 23,928 വന്നിരിക്കുന്ന സെല്ലെന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം അത് നമ്മൾ ഓപ്ഷൻ ബയേഴ്സ് ആണെങ്കിൽ പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യാനുള്ള ഇൻഡിക്കേഷൻ ആണ്. സോഫ്റ്റ്വെയർ റേറ്റ് ചെയ്ത് കാണിച്ചിട്ടുണ്ട് 23,928. അപ്പോൾ ഈ ലെവൽ അനുസരിച്ചുള്ള സ്ട്രൈക്കാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അത് നമ്മുടെ ക്യാപിറ്റൽ അനുസരിച്ച് നമുക്ക് ഇൻ ദ മണിയോ അറ്റ് ദ മണിയോ ഔട്ട് ഓഫ് ദ മണിയോ ഏത് വേണമെങ്കിലും എടുക്കാവേ. അപ്പം സിഗ്നൽ കൺഫേം എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു സെൽ സിഗ്നൽ ആണെന്നെങ്കിൽ അത് കൺഫേം എന്ന് പറയുന്നത് ഈ ആരോ വന്നതിന് ശേഷം തൊട്ട് താഴ്ത്തി ബാറിൻ്റെ നമ്മുടെ കൺഫർമേഷൻ ബാറാണ്. അത് റെഡ് ആയിരിക്കണം. അതുപോലെ പ്രൈസ് ഉള്ള സെൽസ് ആയിരിക്കണം. എങ്കിൽ നമ്മൾ പുട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ ആ ഒരു കൺഫർമേഷൻ അവിടെയും കിട്ടും. പുട്ട് ഓപ്ഷൻ നമുക്ക് സോഫ്റ്റ്വെയർ ഓപ്ഷൻ്റെ സെപ്പറേറ്റ് ചാടുമ്പോഴുണ്ട്. അപ്പോൾ ഇപ്പം നമുക്ക് ഇതിൻ്റെ ഈ രാവിലെ വന്ന ബൈസൈക്കിൾ നോക്കിയിരുന്നെങ്കിൽ ഇത് കൺഫേം അല്ലായിരുന്നേ. കാരണം ബൈസൈക്കിൾ വന്ന ശേഷം താഴത്തെ ബാർ എന്തായിരിക്കണം, ഗ്രീൻ ആയിരിക്കണമായിരുന്നു. അപ്പം കൺഫർമേഷൻ ഇല്ലാത്തൊരു ട്രേഡാണ് രാവിലെ വന്നത്. അത് കോൾ സൈഡ് നമുക്ക് എൻട്രി ഇല്ലായിരുന്നു. ഇപ്പം മാർക്കറ്റ് കയറുന്നുണ്ട് കേട്ടോ. ഇപ്പം നല്ല രീതിയിലൊരു ഡൗൺഫോൾ ആണ് നടന്നത്. നല്ല പുട്ട് ഓപ്ഷൻ നല്ല രീതിയിൽ പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇപ്പം മാർക്കറ്റ് റിവേഴ്സ് പോവാണ്. സപ്പോർട്ടിന് റെസ്റ്റിന് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഒരു അപ് ട്രെൻഡിന് ചാൻസ് ഉണ്ട്. അതുപോലെ ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിൽ ആക്ച്വലി ഫ്രൈഡേയുടെ ഒരു സെല്ലാണ്. ഈ വൈറ്റ് കളറുള്ള ലൈനാണ് ഡേ സെപ്പറേറ്റ്. അപ്പോൾ ഫ്രൈഡേ വന്ന സെല്ല് കണ്ടിന്യൂ ചെയ്യുകയാണ്. നമുക്ക് ഫ്രൈഡേ 51,137 ട്രേഡ് വന്നത്. അപ്പോൾ നമ്മൾ ഒരുപാട് വീഡിയോസിൽ പറയുന്നുണ്ട് കണ്ടിന്യൂഷൻ മാർക്കറ്റിൽ ഇന്ന് നമുക്ക് ബാങ്ക് നിഫ്റ്റിയിൽ ട്രേഡ് എടുക്കാൻ വേണ്ടി പിന്നെ എഗെയിൻ ഇവിടെ ഒരു സെൽ ആരോ കിട്ടേണ്ട. കാരണം ഓൾറെഡി സെല്ലിലാണ് മാർക്കറ്റ് കിടക്കുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഡൗൺ ട്രെൻഡിൻ്റെ കണ്ടിന്യൂഷൻ ആയതുകൊണ്ട് തന്നെ മാർക്കറ്റ് എപ്പോൾ അതിൻ്റെ സപ്പോർട്ടിനെ ബ്രേക്ക് ചെയ്ത് നോക്കുക. ഈ ബ്ലൂ സ്റ്റാറാണ് സപ്പോർട്ട് ബ്രേക്ക് ചെയ്താൽ നിങ്ങൾ നേരെ എൻ്റെ പുട്ട് ഓപ്ഷൻ ഏത് റേറ്റിലാണ് മാർക്കറ്റ് ബ്രേക്ക് ഔട്ട് നടക്കുന്നത് ആ റേറ്റ് അനുസരിച്ചുള്ള പുട്ട് ഓപ്ഷൻ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ രാവിലെ ഒരു ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ക്യാൻഡിൽ ആ ടൈമിൽ മാർക്കറ്റ് ആ ബ്രേക്ക് സപ്പോർട്ടിനെ ബ്രേക്ക് ചെയ്ത് ഇറങ്ങി. അപ്പം ഡയറക്റ്റ് നമുക്ക് മോർണിംഗിൽ തന്നെ ബാങ്ക് നിഫ്റ്റിയിൽ ട്രേഡ് ഉണ്ടായിരുന്നു. നിങ്ങൾ നേരെ എൻ്റെ പുട്ട് ഓപ്ഷൻ ചാർട്ട് എടുത്ത് വെച്ചാൽ മതി. അപ്പോൾ ഈ ചാർട്ട് ഓപ്ഷൻ ചാർട്ടൊക്കെ എങ്ങനെ എടുക്കണം എന്നുള്ളത് നമ്മൾ ലൈവിൽ തന്നെ പറഞ്ഞു തരും. നിങ്ങൾ ഡയറക്റ്റ് വരുവാണെങ്കിൽ നമ്മുടെ ട്രെയിനിങ് വീഡിയോസൊക്കെ ഉണ്ട്. പർച്ചേസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ ട്രെയിനിങ് വീഡിയോസൊക്കെ നമ്മൾ അയച്ചു തരും. അതിനകത്ത് കറക്റ്റായിട്ട് പറയുന്നുണ്ട് എങ്ങനെയാണ് ഇതിൻ്റെ ചാർട്ട് സെറ്റിംഗ് ഒക്കെ ചെയ്യണം എന്നുള്ളത്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഓപ്ഷനിൽ നമുക്ക് ട്രേഡ് എടുക്കാൻ പറ്റും. അതായത് മെയിൻ ചാർട്ട് ഫോക്കസ് ചെയ്യുമ്പോൾ തന്നെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാവും കോളാണോ പുട്ടാണോ ഏത് സ്ട്രൈക്ക് എന്നുള്ളത്. ബാക്കി നമ്മൾ ആ സ്ട്രൈക്കിൻ്റെ ചാർട്ട് നോക്കി വെച്ചാൽ മതി. അപ്പോൾ ഇന്ന് ഇതുവരെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ടൈം എന്ന് പറയുന്നത് 12:30 കഴിഞ്ഞ്. അപ്പോൾ ഇതുവരെ നമുക്ക് നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിലും പുട്ട് ഓപ്ഷന് പുട്ട് സൈഡ് മാത്രമേ നമുക്ക് എൻട്രി കിട്ടിയിട്ടുള്ളൂ. പക്ഷേ ഇപ്പം മാർക്കറ്റ് ഒന്ന് കയറുന്നുണ്ട്. ഇപ്പോൾ റെസ്റ്റോറൻറ്റ് ബ്രേക്ക് ആണെങ്കിൽ അവിടെ നിന്ന് ഒരു അപ് ട്രെൻഡ് സ്റ്റാർട്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ലൈവായിട്ട് കാണാൻ ഇൻട്രസ്റ്റ് ഉണ്ടോ എങ്കിൽ കോൺടാക്ട് ചെയ്തോളൂ. താങ്ക് യു.